7 ദിവസം കൊണ്ട് ഞാൻ ഒരു 50 ദിവസത്തെ കണ്ടന്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ചൊറിയനല്ല, ഞാനൊരു കോമാളിയല്ല, ചൊറിയനല്ല. സത്യമായിട്ടും എനിക്ക് അജിന്റെ മുമ്പിൽ വരാൻ പേടിയാണ്. രതീഷയുടെ ഒരു അണ്ണൻ തമ്പി വൈബായിരുന്നു ജിൻഡോ ആൻഡ് രതീഷ്. ഗബ്രിയലും ജാസ്മിനും പ്രണയത്തിലാണോ അഭിനയമാണോ? പോയതെന്തിനോ നീ വന്നാലും പോയാലും ഉണ്ടാ 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 കവിടി തുമ്പിൽ കാത്തിരുന്ന പൈതലേ. നമ്മളെല്ലാവരും ബിഗ് ബോസിൽ എത്ര സീസൺ കഴിഞ്ഞാലും അല്ലെ എത്ര സീസൺ കണ്ടാലും ഒരാഴ്ച കൊണ്ട് തൻ്റെ റേഞ്ച് മാറ്റണമെങ്കിൽ ഒറ്റ പേരേ ഉള്ളൂ, രതീഷ്. രതീഷേട്ടാ ഓക്കെ, അതെ, ഒന്നും പറയാൻ പാടില്ല എന്നാണ്. രതീഷേട്ടാ എന്തുവാണെങ്കിലും നമ്മുടെ പ്രേക്ഷകർ ആ പ്രേക്ഷകർ സപ്പോർട്ട് കൊണ്ട് ഒരാഴ്ച കൊണ്ട് നിന്നു, അതല്ലെന്ന് പറയാം. ഇത്രയും ആ ഒരു എനർജി എവിടുന്ന ശരിക്കും റിയലായിട്ട് രതീഷ് ചെയ്താണ്? ഞാൻ റിയലായിട്ട് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എൻ്റെ സ്വഭാവം എങ്ങനെയാണ്. അതായത് ഞാനൊരു ചുരനായിട്ടുള്ള ഒരാളല്ല, ഞാനൊരു വളരെയധികം, താൻ എങ്ങനെയാണ് അതേപോലെയാണ്. ഞാൻ റിയലാ, പക്ഷെ എല്ലാവരും ചൊറിയനായിട്ട് നമ്മളെ കാണിക്കും. അതിൻ്റെ അകത്ത് കയറിയപ്പം തന്നെ എല്ലാവരും പറഞ്ഞൊരു നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്നത് ഈ 30 ദിവസം കഴിഞ്ഞ് ഇറക്കേണ്ട ഗെയിം എന്തുകൊണ്ട് ആദ്യമേ അങ്ങ് ഇറക്കി? അത് രതീഷ് ഫസ്റ്റ് കിട്ടുന്ന ഉറപ്പായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, അജിൻ എന്ന വ്യക്തി എന്നെ കാണാൻ വന്നില്ലേ? ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നു, ഞാനുള്ളടത്ത് കാണാൻ വന്നു. അതെന്തുകൊണ്ടാണ് കാണാൻ വന്നത്? ഇതിന് ബിഗ് ബോസിന് മുമ്പ് ഞാൻ നെടുമ്പാശ്ശേരിയിൽ പോകുമ്പോൾ അജിൻ എന്നെ കാണാൻ വന്നിട്ടില്ല. അപ്പോൾ അജിൻ എന്നെ ഇപ്പോൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് അല്ലേ? ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രോഗ്രാംസോ കാര്യങ്ങളൊന്നും പണ്ടെപ്പോഴേക്കോ ചെയ്തതുപോലെ ഇപ്പോഴൊന്നും എന്നെ ഒരാൾക്ക് പോലും പരിചയമില്ല. ഈ 7 ദിവസം ഞാൻ അവിടെ നിന്നിട്ട് 7 ദിവസം കൊണ്ട് ഞാൻ ഒരു 50 ദിവസത്തെ കണ്ടന്റ് കൊടുത്തില്ലെങ്കിൽ ഇന്ന് അജിൻ എന്നെ തേടി ഇങ്ങോട്ട് വരില്ല. അതോടൊപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ 7 ദിവസം സ്ക്രീനിങ് നിന്നത് ഒറ്റപ്പേര് രതീഷ് അറിഞ്ഞുകൊണ്ടങ്ങ് ചെയ്താണ്. അല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, അത് വന്നു പോണതാണ്. ജാൻമണിയുമായിട്ട് ലവ് ട്രാക്ക് അതൊന്നും പറയല, അതൊന്നുമില്ല. ഗെയിമൊക്കെ ഞാൻ അവിടെ വിട്ടിട്ട് ഓക്കെ. ഇപ്പം കണ്ട 7 പേരിൽ ഫസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പ് എനിക്കറിയില്ല. അജിൻ ബായ്. പക്ഷെ ഒരു കാര്യം കൂടെ അവിടെ കയറി എന്തുകൊണ്ട് ബിഗ് ബോസ് വരായിരുന്നു? പ്രേക്ഷകരെ കണ്ടിട്ടായിരുന്നു. അല്ല, ഞാൻ വെറുതെ വരുവാ. അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു 7 ദിവസം നിന്നിട്ടും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും രതീഷന്റെ വീട്ടുകാരെ എപ്പോഴും പറയും സ്നേഹമാണ്. അത് വീട്ടുകാർ അത്രയ്ക്ക് സ്നേഹം. ഞാൻ റിയലാണ്. ഞാൻ പറയട്ടെ, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരാളെ കിട്ടിയിട്ട് സംസാരിക്കണം. എനിക്ക് ഒരു നിമിഷം വരെ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഞാൻ സംസാരിച്ചിരുന്നിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് എനിക്ക് സംസാരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ, അപ്പം എൻ്റെ വീട് പൂന്നത്താണ്, എൻ്റെ വീട് തൃശ്ശൂർ പൂന്നത്താണ്. തൃശ്ശൂർ അജിൻ ചെന്നിട്ട് രതീഷ് കുമാർ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അന്വേഷിക്കും. ഞാനൊരു ചൊറിയനായിട്ടുള്ള ഒരാളല്ല. ഞാൻ വളരെയധികം എല്ലാവരും മസ്കിട്ട് സോപ്പിട്ട് വളരെയധികം സമാധാനത്തോടുകൂടി പോകുന്ന നല്ലൊരു പയ്യനാണ്. പക്ഷേ എൻ്റെ ഈ സ്വഭാവം വെച്ച് ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതായത് ഒരു പഴം വിഴുങ്ങിയ ഒരു രതീഷിനെ ആയിരിക്കും നിങ്ങൾ കാണുക. പക്ഷേ റിയൽ ലൈഫിൽ പഴം വിഴുങ്ങിയ രതീഷ് അല്ല രതീഷ്. റിയൽ ലൈഫിൽ ഞാൻ ഇങ്ങനെയാണ്. റിയൽ ലൈഫിൽ ഞാൻ ചൊറിയനല്ല, ഞാനൊരു കോമാളിയല്ല, ചൊറിയനല്ല. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞു കളിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ റിയൽ. ഞാൻ പറഞ്ഞത് ഏതാ എല്ലാം ഒറിജിനലാണ്. അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഇതൊക്കെ ഒറിജിനലാണ്. എൻ്റെ വീട്ടുകാരവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ ചേട്ടൻ വന്ന് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് പറയാനുള്ളത് കമ്പിത്തിരടിയും പൂത്തിരടിയും ഈ മിഠായിയുടെ കഥയാണ്. നമുക്ക് വലിയ അല്ലാതെ സാധാരണക്കാരൻ എന്ത് പറയാൻ? സാധാരണക്കാരൻ ഈ ഒരു ഗിരിജാകുമാരിയുടെ മകൻ, ഒരു TM വിശ്വനാഥന്റെ മകൻ, അവിടെ ഇരിക്കുന്ന ഒരാൾ വന്ന് ഇതൊക്കെ ബിഗ് ബോസിലൊക്കെ കയറി. എൻ്റെ ബിഗ് ബോസ് എനിക്ക് വലുതാണ്. എൻ്റെ ബിഗ് ബോസാണ് എനിക്കെല്ലാം തന്നത്. മറക്കത്തില്ല. ബിഗ് ബോസാണ് എനിക്കെല്ലാം തന്നത്. ഇന്നത്തെ എവിക്റ്റ് ആയതും എല്ലാ പ്രേക്ഷകരും ഞാൻ എവിക്റ്റ് ആയി. ഇപ്പോൾ ഒരു അമ്മമാർ എന്നെ വിളിച്ചിട്ട് കരയുന്നു. ഈ ദേശീയത്തിലുപരി രതീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് കൗണ്ടർ അടിക്കാൻ ഒരു കഴിവുണ്ട്. അതെന്തുകൊണ്ട് നിലനിർത്തിയില്ല? അത് നിലനിർത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പോൾ ഇന്ന് കൗണ്ടർ അടിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തൻ്റെ അടുത്ത് കൗണ്ടർ അടിക്കാൻ പറ്റില്ല. കൗണ്ടർ അടിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ കൗണ്ടർ കൊടുക്കാറുണ്ട്, അഭിനയിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ അഭിനയം കൊടുക്കാറുണ്ട്, ദേഷ്യപ്പെട്ട സാഹചര്യം ദേഷ്യപ്പെടാൻ കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ പറയുന്നു എന്തുകൊണ്ടാണ് അവിടെ ദേഷ്യപ്പെട്ടത്? പക്ഷെ അവിടെ എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നിയിടും. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അവിടെ ദേഷ്യപ്പെടാൻ തോന്നി. പുറമേ കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ ബിഗ് ബോസിന്റെ അകത്ത് കയറുമ്പോൾ ഒരു സന്തോഷം എങ്ങനെ പങ്കിടുന്നത്? അയ്യോ, പുറമേ കാണുന്ന പ്രേക്ഷകർ എന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറിയ കാരണമാണല്ലോ എന്നെ നെഞ്ചിലേറ്റിയത്. എല്ലാവരും ഇപ്പൊ എൻ്റെ ചേട്ടൻ പറയുന്ന ആദ്യം 2 ദിവസം എനിക്ക് നെഗറ്റീവ് ആയിരുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ പ്രേക്ഷകരുടെ ഇഷ്ടം പറ്റി ഇപ്പൊ എല്ലാ പ്രേക്ഷകർക്കും എന്നെ ഭയങ്കര. രതീഷ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കരയുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ശരിയാണ്, ഒരുപാട് അമ്മമാരുണ്ട്. ഒന്നും വേണ്ട, നിങ്ങളെ പോലുള്ള ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അജിനെ പോലത്തെ ആൾക്കാരൊക്കെ നമ്മളെയൊക്കെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് അജിൻ്റെ മുമ്പിൽ വരാൻ പേടിയാണ്. സത്യം അറിയാ, താനൊക്കെ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ഞാനൊന്നും പറയണില്ല. അല്ല, എല്ലാം പ്രേക്ഷകർ ഞങ്ങൾ ഇന്ന് രതീഷേട്ടനെ ജസ്റ്റ് ഒന്ന് കാണാൻ വരുവാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു ആഗ്രഹം 2 വരി പാടണം.
ഇത്തിരി ദുഃഖവും കണ്ണുനീരും മാത്രം നൽകുവാനായിരുന്നെങ്കിൽ എന്തിനീ യാത്രയിൽ കണ്ടുമുട്ടി നമ്മൾ, എന്തിനിത്രത്തോളം ചേർന്നുപോയി. ഇത്തിരി ദുഃഖവും കണ്ണുനീരും മാത്രം നൽകുവാനായിരുന്നെങ്കിൽ എന്തിനീ യാത്രയിൽ കണ്ടുമുട്ടി നമ്മൾ, എന്തിനിത്രത്തോളം ചേർന്നുപോയി. ആലിലക്കാവിലെ പൂമരച്ചോട്ടിലാ നമ്മളെന്നാദ്യമായി കണ്ട നാളും, ആരും കൊതിക്കുന്നൊരാമുഖകാന്തിയിൽ പൊട്ടിവിടർന്നൊരാ അമൃതുഹാസവും ഇപ്പോഴും ഓർത്തു ഞാൻ ഇന്നലെ എന്ന പോൽ ഒളിമിന്നു മുന്മാദമാ. ഇത്തിരി ദുഃഖവും കണ്ണുനീരും മാത്രം നൽകുവാനായിരുന്നെങ്കിൽ എന്തിനീ യാത്രയിൽ കണ്ടുമുട്ടി നമ്മൾ, എന്തിനിത്രത്തോളം ചേർന്നുപോയി, എന്തിനിത്രത്തോളം ചേർന്നുപോയി, എന്തിനിത്രത്തോളം ചേർന്നുപോയി. കാവിരിത്തുമ്പിൽ മാത്രമല്ല എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളുണ്ട്. ഞാനൊന്ന് മാറ്റി പിടിച്ചതാ. താൻ വിചാരിച്ച് അടിച്ചുപൊളി പാട്ട് പാടുന്നത് ഒന്നും മാറ്റി പിടിച്ചതാ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാടി. ഞാൻ അറിയാവട്ടോ. മുന്നോട്ടുള്ള ജീവിതത്തിൽ വെച്ചടി ഉയർച്ച ഉണ്ടാവട്ടെ. രതീഷയുടെ ഒരു അണ്ണൻ തമ്പി വൈബായിരുന്നു ജിൻഡോ ആൻഡ് രതീഷ്. ജിൻഡോയാണ് പോയതിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത്. ഞാൻ അറിയുന്നു, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ശരിക്കും ജിൻഡോ കരഞ്ഞു. അപ്പം ജിൻഡോ അവിടെ നിലനിൽക്കുമോ? ജിൻഡപ്പൻ അവിടെ നിലനിൽക്കും. അവൻ നല്ല അടാറ് ഗെയിമറാണ്. രതീഷ് അവിടെ ഇല്ലെങ്കിൽ ജിൻഡപ്പൻ നോക്കും. രതീഷ് അവിടെ ഇല്ലെങ്കിലും രതീഷിന്റെ പവറും രതീഷിന്റെ ബുദ്ധിയും ജിൻഡോനെ പകർന്നു കൊടുത്തിട്ടാണ് ഞാൻ പോയിരുന്നത്. ഇതിൽ പരം സ്വപ്നങ്ങളിൽ മാത്രം. ഓക്കെ അതെ, ഞാൻ പറയട്ടെ, ജിൻഡോന് വളരെയധികം ഇപ്പം ഞാൻ ബുദ്ധി പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ പവർ കൊടുക്കുകയൊന്നും വേണ്ട. അവന് ആവശ്യത്തിലധികം പവറുള്ളതാണ്. ജിൻഡോ നല്ലൊരു ഗെയിമറാണ്. ജിൻഡോൻ്റെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജിൻഡോൻ്റെതായിട്ടുള്ള വഴിയുണ്ട്, ഞാൻ എൻ്റേതായിട്ടുള്ള വഴിയുണ്ട്. ഞാൻ ഒരാൾക്കാരും അനുകരിക്കാതെയാണ് പോയിട്ടുള്ളത്. ജിൻഡും ഒരാൾക്കാരും. പിന്നെ ആ സൗഹൃദം എനിക്ക് ജിൻഡോനൊരു പരിചയമില്ല, ഒരു ബന്ധവുമില്ല. ആ സൗഹൃദം മെല്ലെ ഉണ്ടായതാണ്. ഞാനും ജിൻഡും വഴക്ക് കൂടിയിട്ടുണ്ട്, ഒട്ടാറ് ഫൈറ്റ്. ജയിലിൽ നിങ്ങളുടെ രംഗം നല്ല രസമായിരുന്നു. ജയിലിലെ രംഗം ഞങ്ങൾ ജീവിക്കായിരുന്നു. ഞങ്ങൾ ആ ഉറുമ്പിനൊക്കെ പിടിച്ചിട്ട് ജാൻമണിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തീർച്ചയായിട്ടും. ശരിക്കും ഇന്നലെ ജയിലിൻ്റെ അകത്ത് എന്തുവായിരുന്നു, മറ്റേ പക്കാവട? അല്ല, ഞാൻ അത് പക്കാവട അല്ല, അത് മുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ജാൻമണിയുടെ സംസാരം നല്ല രസമാണ്, എനിക്കിഷ്ടമാണ് ജാൻമണിനെ. ജാസ്മിനുമായിട്ട് തന്നെ ഇത്ര ഉടക്ക്? ജാസുമായിട്ട് ഞാൻ എല്ലാവരുമായിട്ട് ഉടക്കാടു. പക്ഷെ ജാസുവിൻ്റെ ഒരു പ്രത്യേകത, അയ്യോ ഞാൻ കൂടുതൽ പറഞ്ഞു പോകണു, നമുക്ക് പിന്നെ ആവാം. എല്ലാം ഓക്കെയാണ്, എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്സാണ്. ജാസു എന്നെ ഇക്കാക്ക, നമ്മൾ എത്ര ഉടക്കണമെങ്കിലും ജാസു എന്നെ ഇക്കാക്ക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബിഗ് ബോസിലെ മച്ചാൻ റിയൽ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് എന്നെ കെട്ടിപ്പിടിച്ചെടുത്ത് പോടാന്ന് പറഞ്ഞേനെ. കെട്ടിപ്പിടിക്കും. അയാളൊരു ശുദ്ധനാ. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത്രയും ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ. ഒത്തിരി സിഗരറ്റൊക്കെ എൻ്റെ തിരിപ്പുണ്ടായിരുന്നു. ഞാൻ വലിക്കത്തില്ല. അത് വലിക്കാതെ കാരണം എന്തുവാ? ഞാൻ വലിക്കാറില്ല. ഞാൻ ചെറുപ്പം പോലെ എനിക്ക് അങ്ങനെയുള്ളൊരു, എന്നാൽ ഇത്രയും ടെൻഷൻ വന്ന് പറഞ്ഞാൽ വലിച്ചേക്കാൻ എന്തിനാ? അത് ടെൻഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ പവർ ഞാൻ കയറ്റി. അതാണ് ചേട്ടാ. 7 ദിവസമാണ്, 7 ദിവസം 100 ദിവസത്തിന്റെ കള സൃഷ്ടിച്ചിട്ടാണ് വന്നത്. അതിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇത്രയും 7 ദിവസം സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് എന്താണ് പറയുക? എൻ്റെ പ്രേക്ഷകർ എനിക്ക് എല്ലാമാണ്. എൻ്റെ പ്രേക്ഷകരാണ് എനിക്ക് എല്ലാം തന്നത്. നിങ്ങളുടെ വിധി ആണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എല്ലാവരും പറയുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ സ്നേഹം ഒരുപാട് എനിക്ക് കിട്ടി. ഞാൻ ഒരുപാട് ആദ്യം വെറുപ്പിച്ചു. നിങ്ങളെ സ്നേഹം പറ്റുമ്പോഴേക്കും വോട്ട് ക്ലോസ് ചെയ്തു പോയി. എന്ത് ചെയ്യാൻ പറ്റും? ബിഗ് ബോസ് ഒരിക്കലും, അതായത് ബിഗ് ബോസ് എനിക്ക് എല്ലാമാണ്. ബിഗ് ബോസ് എല്ലാം ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ രതീഷിന് അവർ വിട്ടത് മണ്ടത്തരമായി തോന്നുന്നു. ഞാൻ ബിഗ് ബോസ് എല്ലാം ഈ സാധാരണക്കാരനെ കൊണ്ടുപോയി ആദ്യമായിട്ട് ഫ്ലൈറ്റിലൊക്കെ കയറ്റി കൊണ്ടുപോയി എന്നെ
എന്നെ പിടിച്ച് ഇത്രയും ഒരു എക്സ്പോഷർ ഉണ്ടാക്കി തന്ന ബിഗ് ബോസ്, എനിക്ക് എല്ലാം ബിഗ് ബോസ് ചെയ്യുന്നതാണ് ശരി. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, ബിഗ് ബോസിൻ്റെ നീക്കം ശരിയാണ്, ബിഗ് ബോസ് ചെയ്യുന്നതാണ് ശരി. എനിക്ക് വോട്ട് കുറഞ്ഞു, ഞാൻ അവിടെ നിൽക്കുന്നു, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. ലാസ്റ്റ് ഒരു ചോദ്യം രതീഷിനോട് ഒരു 100 പ്രേക്ഷകരോട് ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്, അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുവാണ്. ഗബ്രിയലും ജാസ്മിനും പ്രണയത്തിലാണോ അഭിനയമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുക വെച്ചാൽ അതാണ്. അതെ, രതീഷേണ് തോന്നി അവിടെ പറയുകയും ഞാൻ പറയുകയും ചെയ്തു. ഞാൻ അറ്റത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ, അതേപോലെ തന്നെ. അല്ലാതെ നമുക്കത് അധികാരമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നവർ നിങ്ങൾ കമന്റ് ഇടുക. രതീഷ് ചേട്ടാ, രതീഷ് എന്ന ഈ കപ്പൽ ആടി ഉലേകിയില്ല സാർ, ഇനി മുന്നോട്ട് വെച്ചടി കയറ്റമായിരിക്കും കയറ്റം. പവറിടാ പവർ സിംഗം. ഇത്രയും സംസാരിച്ചതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പ്രേക്ഷകർ ഒരു പക്ഷെ ടി വി കൂടെ കാണുമ്പം രതീഷിനെ പോലെ ഓരോരുത്തരും ഇവൻ ചുമ്മാ അടി ഉണ്ടാക്കുക. ഞാൻ കണ്ട രതീഷ് എന്ന് പറയുന്നത് ഒരു പച്ചയായ മനുഷ്യൻ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഇത്രയും നാളും കണ്ട രതീഷ് അഭിനയം മാത്രമല്ലേ? അഭിനയമല്ലത്, അത് അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ്. മനസ്സിലായി. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ എനിക്ക് ജിൻഡോനെ ചൊറിയാൻ പറ്റില്ല, ഞാനിപ്പോൾ ലൈഫിൽ നിൽക്കുകയാണ്. പക്ഷെ നമ്മളൊരു പ്രോഗ്രാമിൽ, ഒരു സിനിമയിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ അഭിനയം എത്രയായാലും നമ്മൾ അഭിനയിക്കണ്ടേ അല്ലേ? അല്ലാതെ നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ട് സിനിമ. അതേപോലെ ഇത് സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. നമ്മുടെ ആളുകൾ പറയുന്നത് വെറുതെയാ, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല, ഒരിക്കലും അല്ല. അത് ബിഗ് ബോസ് വലിയ ഗംഭീരமான ഷോ ആണ്, നമ്മളെ അങ്ങോട്ട് ഇറക്കി വിടാണ്. ബാക്കി നമ്മുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ ശരി. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ശരി. അത് പ്രേക്ഷകരിലേക്ക് കറക്റ്റായിട്ട് ബിഗ് ബോസ് അത് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും, കോമാളത്തിലായാലും അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് എത്തിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് ഇസ് എ വണ്ടർഫുൾ ഷോ. ഐ ലവ് ബിഗ് ബോസ്. പക്ഷേ എനിക്ക് കളിച്ച് മതിയായില്ലടൂ, എനിക്ക് ഇനി കളിക്കലടൂ. ശരിക്കും 100 ദിവസം നിൽക്കും ട്രോഫി മേടിക്കുന്നുള്ള മൈൻഡായിരുന്നു. എനിക്ക് മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് കണ്ടില്ലേ, അങ്ങനെ മൈൻഡ് വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ. ശരിക്കും എല്ലാവരും വിചാരിക്കുന്നത് 2 അലമ്പുണ്ടാക്കിയ 2 വഴക്കുണ്ടാക്കിയ ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, എല്ലാവരും പറയുന്നുണ്ട് ഞാൻ, അതൊന്നുമല്ല. അത് അലമ്പിൻ്റെ സമയത്ത് അറിയാതെ അലമ്പുണ്ടായി പോകുന്നതാണ്. തമാശയുടെ സമയത്ത് തമാശ. എനിക്കിപ്പോൾ മറ്റേ ഇതൊക്കെ വരച്ചിട്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അലമ്പുണ്ടാക്കാൻ, അത് ഞാൻ കോമഡി ആയിട്ട് കൊണ്ടുവരുന്നു. എനിക്ക് എപ്പോഴും ഇഷ്ടം കോമഡി ആയിട്ട് കൊണ്ടുവരണം. ഈ കോമഡി പീസ് ആണ് പറയുന്നവരോട് എന്തോ പറയാനുള്ളത്? സന്തോഷം. കോമാളി പറയുന്നവർ പറയട്ടെ. ഞാൻ സീറോ ആയിട്ടുള്ള ഒരാളാണ്. ആ സീറോ ആയിട്ടുള്ള ആള് ഒന്നില്ലെങ്കിൽ അജിനെ പോലുള്ളൊരു വലിയൊരു വ്യക്തി എന്നെ കാണാൻ വന്നില്ലേ മുത്തേ, അതൊരു വലിയൊരു കാര്യമല്ലേ. താങ്ക് യു. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു. അവിടെ ഇനിയും കണ്ടസ്റ്റൻസ് ഉണ്ട്, നല്ല കട്ടക്ക് നിൽക്കുന്ന കണ്ടസ്റ്റൻസ്. എല്ലാവരും വിജയിക്കട്ടെ. എന്നാലും ഒരു എനിക്ക് മനസ്സിലായി എല്ലാവരും വെരി ഗുഡ് പ്ലേയേഴ്സ് ആണ്. ഈ നിൽക്കുന്നതിന്റെ കഞ്ഞിലെ പാറ്റാണ് ഭഗവാനെ. ഇന്ന് രതീഷ് ചേട്ടനെ ആളുകൾ അറിയുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കാരണം. പക്ഷെ ബിഗ് ബോസിന് രതീഷ് ചേട്ടനെ അറിയാനുള്ള കാരണം ഒരു ഒറ്റ പാട്ടാണ്. തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എൻ്റെ കവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ 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 ഉണ്ടാ. കവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എൻ്റെ കവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, വാച്ച വച്ചോണ വാച്ചോണ വാച്ച വച്ചോണ വാച്ചോണ വാച്ച വച്ചോണ വാച്ചോണ വാച്ച 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 ഈ വാച്ച വാച്ച. നിന്റെ വാച്ച് എൻ്റെ കയ്യിലില്ല, എൻ്റെ വാച്ച് നിൻ്റെ കയ്യിലില്ല, ഓ ഓ ഓ. നിന്റെ വാച്ച് എൻ്റെ കയ്യിലില്ല, എൻ്റെ വാച്ച് നിൻ്റെ കയ്യിലില്ല. സത്യം 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 വീണ്ടും കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എൻ്റെ കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ 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 ഉണ്ടാ. കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എൻ്റെ കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ. പ്രേക്ഷകരെ എന്നോട് പൊറുക്കണേ, അജിയുടെ താങ്ക് യു. വെരി ഗുഡ് മൊമെന്റ്സ്. താങ്ക് യു.